തലച്ചോറ് തലച്ചോറിനെ പറ്റിയിട്ട് നമ്മൾ ഓരോരുത്തർക്കും അറിയാവുന്ന ആണോന്ന് എനിക്കറിയില്ല. എന്നാലും 2% പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറ് എടുത്തിട്ട് കുറേ ശാസ്ത്രജ്ഞന്മാർ പറയണ്ടായി. മണ്ടത്തരാന്നാ എനിക്കും അറിയുള്ളൂ. ഈ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് മണ്ടത്തരാന്നാ എനിക്കും അറിയുള്ളൂ. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് റെക്കോർഡ് ചെയ്യുന്നത് തലച്ചോറിലല്ല. എന്ത് സാധനം ഇപ്പം നമ്മൾ എന്ത് സാധനം ചെയ്ത് പ്രാക്ടിക്കലാക്കിയാൽ ഇതൊന്നും റെക്കോർഡ് ചെയ്യുന്നത് പക്കാ തലച്ചോറിലല്ല. മനസ്സ്, ബുദ്ധി, സംസ്കാരം, ഇങ്ങനൊരു ഓപ്ഷൻ നമ്മുടെ ആന്തരിക ശക്തിയിലുണ്ട്. ആന്തരിക ശക്തി മീൻസ് ആത്മാവ്. ഈ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മകുമാരീസിന്റെ ഇതിൽ പോയാൽ മതി. അവിടെ പോയി എന്ന് കരുതിയിട്ട് അതെല്ലാം പഠിച്ചോളണമെന്നില്ല. അവിടെ നിന്ന് ബുദ്ധി തെളിയുന്നവർക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് തലച്ചോറിനെ പറ്റി പറയാം. ഈ തലച്ചോറ് എന്ന് പറഞ്ഞാല് ഹെൽപ്പാണ്, വാഹനമാണ്. അതായത് ഒരു വണ്ടി 2010 വാങ്ങിയ ഒരു വ്യക്തി, അതേ സമയത്ത് 2010 വാങ്ങിയ വേറൊരു വ്യക്തി, ഈ 2 വ്യക്തികളും എൻജിൻ ഉപയോഗിച്ചിട്ടാണ് വണ്ടിയുടെ യാത്ര ചെയ്യുന്നത്. ഇത് 2025 ആകുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഒരാളുടെ വണ്ടി പൊളിച്ചു നോക്കിയിട്ട് പറയാണ് ആളുടെ എൻജിൻ 2% പോലും ഉപയോഗിച്ചിട്ടില്ല. ഈ വേറൊരു വ്യക്തിയുടെ വണ്ടി പൊളിച്ചു നോക്കിയിട്ട് പറയാണ് ആള് മാക്സിമം ഉപയോഗിച്ചു. എന്താണ് ഇതിൽ വെച്ച് കഴിഞ്ഞാല് 2 വിധത്തിൽ ചെയ്യും. ഈ ആദ്യത്തെ 2% പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന വ്യക്തിക്ക് അയാളുടെ വണ്ടി അത്രയും നല്ല മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അയാളുടെ എൻജിൻ ശരിയായ രീതിയിൽ മോശമായ രീതിയിൽ ആയിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് ഞാൻ പറഞ്ഞില്ല, വേറെ ഒരു വ്യക്തിയുടെ വണ്ടിയുടെ എൻജിൻ നോക്കുമ്പോൾ ആകെ കരി, പുക, അതിൻ്റെ മാക്സിമം എല്ലാ പിസ്റ്റണും റിങ്ങും എല്ലാം തേഞ്ഞ് മാഞ്ഞ് പോയി. അപ്പോൾ വേണമെങ്കിൽ ഒരു കൂട്ടം സയൻറ്റിസ്റ്റിന് പറയാം അദ്ദേഹം മാക്സിമം ഉപയോഗിച്ചു. ഇവിടെ ഉള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 2% പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ വാഹനത്തിന്റെ ആ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന്റെ മെയിൻ്റെനൻസ് ആളെ വളരെ വ്യക്തമായും വൃത്തിയായും കൊണ്ടുനടന്നൊരു വ്യക്തിയാണെങ്കിൽ അത് അങ്ങനെ തോന്നും. രണ്ടാമത്തെ ആള് കൃത്യമായിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളും ശരിയായ രീതിയിൽ വണ്ടി ഓടിക്കാൻ പോലും അറിയാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ എൻജിൻ പരിശോധിക്കുന്ന കാലത്ത് എങ്ങനെ തോന്നും. ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറിലും സംഭവിച്ചതായിട്ട് എനിക്ക് എൻ്റെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. ഞാനിത് വളരെ താർക്കികമായ വിഷയമായിട്ട് പറയുന്നില്ല, ഒരു റീൽസ് ആയിട്ട് ഇടുന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അങ്ങനെ ചിന്തിക്കാനുള്ള 1-2 ആളുകൾ മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഇന്നലെ ഞാൻ നെടുമ്പാശ്ശേരി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നതിന് ശേഷം നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ ശ്രദ്ധിക്കപ്പെടുന്ന 1-2 ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ പറയുന്ന ഒരു വീഡിയോ. കാരണം ഇത് ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ പുറം മോടിയിൽ വ്യത്യാസമുണ്ടാക്കുന്ന ഒരു കാര്യമല്ല അറിവ്. അതുപോലെ തന്നെ ഗുണങ്ങൾ മീൻസ് ക്വാളിറ്റീസ്. ഇപ്പം തന്നെ പലരും എന്താ പറയുക, ഭാവി വരനെ വധുവിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ ഭംഗി കൂടുതൽ നോക്കണ്ട കേട്ടോ, ഉള്ളിൽ ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കിക്കോ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. പണ്ടൊക്കെ പറഞ്ഞാൽ ഭംഗി ഈ പറഞ്ഞ പോലെ സമ്പത്ത് മാത്രം നോക്കി കിട്ടുന്ന അങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. കാരണം അനവധി അനുഭവങ്ങൾ പലരിലും വന്നു കഴിഞ്ഞു. പറഞ്ഞ പോലെ ഡിവോഴ്സിന്റെ കേസുകൾ, കൊലപാതകങ്ങൾ, ഡിവോഴ്സ് അവിടെ നിൽക്കട്ടെ, കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും കൊലപാതകമല്ല, ക്രൂരമായ കൊലപാതകങ്ങൾ. എവിടെ? ഭാര്യ, ഭർത്താവ്, മക്കള്, കണ്ടോ 2 വ്യക്തികളാണ് വന്നിട്ട് ഈ വക സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ തലച്ചോറിലേക്ക് കമ്പൈൻ ചെയ്യാൻ പോട്ടെ. അപ്പോൾ 2% പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് സയന്റിസ്റ്റ് പറയുന്നു. സയന്റിസ്റ്റുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളിലും മാറ്റം വരാൻ പോവാണ്. അപ്പോൾ നമ്മുടെ നീലാംസ്ട്രോങ് ചന്ദ്രനിൽ കാല് കുത്തി ഒരു കൂട്ടർ വാദിക്കുന്നു, കുത്തിയിട്ടില്ല എന്ന് വേറൊരു കൂട്ടർ വാദിക്കുന്നു. ഇതൊക്കെ തലച്ചോറ് വെച്ചിട്ട് മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ട സംഭവമാണ്. ഇവിടെ തർക്കിക്കേണ്ട ഒരു വിഷയമില്ല.
അത് മനസ്സിലാക്കുന്നവരുടെ രീതി എന്തോ അവരുടെ ശാസ്ത്രീയമായ വിശകലനത്തിലൂടെയും അവരുടെ ബൗദ്ധികമായ വിശകലനത്തിലൂടെയും എന്തോ മനസ്സിലാക്കി നോക്കിയ അതിനനുസരിച്ച് ഉണ്ടാകുന്നോളാം. ഇങ്ങോട്ട് കമന്റ് വെക്കുന്നതാണെങ്കിലും ശരി, നെഗറ്റീവ് കമന്റ് ആയാലും പോസിറ്റീവ് കമന്റ് ആണെങ്കിലും സ്വീകരിക്കും. പക്ഷെ അതല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് ഇപ്പോ വളരെ കൃത്യമായ ഒരു സംഭവം ആയിക്കൊള്ളണമെന്നില്ല. ഇത്രയും കാലത്തെ എൻ്റെ വീഡിയോസിൽ എല്ലാം വളരെ കൃത്യമാണ്, വളരെ ശക്തമാണ് എന്നല്ല ഞാൻ അടിയുറച്ച് പറയുന്നേയില്ല. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ തലച്ചോറിൽ നിന്നും മനസ്സും ബുദ്ധിയും സംസ്കാരവുമുള്ള ആ സാധനം പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അതായത് ആത്മാവ് പോകുമ്പോൾ, അതായത് ചത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ പറയും. അപ്പോൾ ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്, ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയം. ജീവിച്ചിരിക്കുന്നവർ, അത് ആത്മീയമായി ചിന്താഗതി ഉള്ളവരായാലും ശരി, ആത്മീയ ചിന്താഗതി ഇല്ലാത്തവരായാലും ശരി, നന്നായി ചിന്തിക്കേണ്ട വിഷയം. ശാസ്ത്രജ്ഞന്മാര് ചില കാര്യങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് പറയുന്ന പല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളിൽ ചെറിയ പെർസെൻറ്റേജ് ശരിയുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ ചെറിയ പെർസെൻറ്റേജ് തെറ്റുണ്ടെന്നേ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ അനവധി പ്രബന്ധങ്ങൾ തയ്യാറാക്കി PhD ആയും മറ്റു കാര്യങ്ങളുമായും പലരും റെഡിയാക്കി വെച്ചതിന് കട്ട് ചെയ്യാൻ മറ്റൊരാൾക്ക് കഴിയുമ്പോൾ, അപ്പോൾ മാത്രമേ അവിടുത്തെ പല കാര്യങ്ങളും വീണ്ടും തെറ്റാണെന്ന് തെളിയിക്കുക. അതായത് അത് തെറ്റായിരുന്നു, ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് തെറ്റായിരുന്നു, ഇതാണ് ശരി എന്ന രീതിയിലേക്ക് എത്തുള്ളൂ. ഇന്നിപ്പോ അഡ്വാൻസ് ടെക്നോളജികൾ പലതും വന്നു. പല മരുന്നുകളുടെ, ഇതേപോലെ ശാസ്ത്രജ്ഞന്മാർ തന്നെ കണ്ടുപിടിച്ച പല മരുന്നുകളാണ്. ഒരുപാട് കാലം പല അസുഖങ്ങൾക്ക് ഗുണകരമായിരുന്ന മരുന്നുകളുടെ ദോഷവശങ്ങൾ ഇന്ന് നമുക്ക് പലരും ശാസ്ത്രീയമായി തെളിയിച്ചു കഴിഞ്ഞു. പലതും തെളിയിച്ചു കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെയല്ല, ഇതിനേക്കാൾ ഉപരി തലച്ചോറിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ആരായാലും ശരി, ഏതൊരു ശാസ്ത്രജ്ഞനായാലും ശരി, അദ്ദേഹത്തിന്റെ മാക്സിമം പ്രയത്നം ഉപയോഗിച്ച് ആ സമയം വരെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. 2% പോലും ആൽബർട്ട് ഐൻസ്റ്റീൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു ശരിയായ രീതിയല്ല. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പഴയ ഒരു ചരിത്രം എടുത്തോ, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ പഠനത്തിൽ മികവില്ല, വളരെ ബുദ്ധിമോശമുള്ള ഒരു കുട്ടിയെയാണ് സ്കൂളിൽ നിന്നും പുറത്താക്കിയത്. അന്നത്തെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറും അന്ന് ആ സ്കൂളിൽ പഠന മികവ് തെളിയിച്ച ഒരു കുട്ടിയുടെ തലച്ചോറും തമ്മിലുള്ള പെർസെൻറ്റേജ് ആണ്. പിന്നീട് വീട്ടിൽ വന്ന് അമ്മയുടെ സപ്പോർട്ടോടുകൂടി ആ ഒരു കുട്ടി ഭാവിയിൽ വലിയ സയന്റിസ്റ്റ് ആയപ്പോൾ ബൾബ് കണ്ടുപിടിച്ചു, അങ്ങനെ നിരവധി കാര്യങ്ങൾ കണ്ടുപിടിച്ചു, പ്രബന്ധങ്ങൾ എഴുതി, പല കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ആ ഒരു ലെവലിലേക്ക് എത്തി അദ്ദേഹത്തെ പൊതുജനം അംഗീകരിച്ച സമയത്തേക്ക് അദ്ദേഹത്തിന്റെ തലച്ചോറ് എത്ര വളർന്നു എന്നതിൽ, ആ തലച്ചോറിൽ എത്രത്തോളം ഉപയോഗക്ഷമമായി എന്ന്. അതായത് മൈനസിൽ കിടക്കുന്ന ഒരാൾ പോസിറ്റീവിലേക്ക് എത്തുന്നതും, മൈനസ് തലച്ചോറിന്റെ അവസ്ഥ പോസിറ്റീവ് തലച്ചോറിന്റെ അവസ്ഥ, നേരെ മറിച്ച് ന്യൂട്രൽ തലച്ചോറിന്റെ അവസ്ഥ പോസിറ്റീവിലേക്ക് എത്തുന്നതും, ന്യൂട്രൽ തലച്ചോറിന്റെ അവസ്ഥ നെഗറ്റീവിലേക്ക് എത്തുന്നതും, പോസിറ്റീവായി നിൽക്കുന്ന ഒരു തലച്ചോറിന്റെ അവസ്ഥ വെരി പോസിറ്റീവിലേക്ക് എത്തുന്നതും, വളരെ നെഗറ്റീവായി നിൽക്കുന്ന ഒരു തലച്ചോറിന്റെ അവസ്ഥ വളരെ നെഗറ്റീവായി എത്തുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട്. സംഗതി ഇത് വളരെയധികം ചിന്തിക്കേണ്ട വിഷയമാണ്. അതിനനുസരിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഞാൻ തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ ഇതിലെ കാര്യം എനിക്ക് ഇന്ന് തോന്നിയ ഒരു വിഷയം, അത് ജസ്റ്റ് പറഞ്ഞത് മാത്രം. 10 മിനിറ്റോളായി. ഇത് അപ്ലോഡ് ചെയ്താൽ സമയമെടുക്കും. 10 പേരെങ്കിലും കണ്ട് അതിൽ കമന്റ് ഇടേണ്ടവർക്കില്ല.